الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അഖിലാണ്ട മണ്ഡലങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, അഖില ചരാചരങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന സർവാധിപനായ സർവശക്തനായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ വിധിവിലക്കുകളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരു വെള്ളിയാഴ്ച ദിവസം അസ്ർ നമസ്കാര ശേഷം മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും കൂടി ഒരുമിച്ചിരിക്കുകയാണ്. പ്രവാചകന്റെ ശരീരഭാവം കണ്ട് സ്വഹാബാക്കൾ മനസ്സിലാക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളുമായിട്ട് എന്തെല്ലോ കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്ന് സ്വഹാബാക്കൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. ചരിത്രം വിശദീകരിക്കുന്നുണ്ട്, സ്വഹാബാക്കൾ എല്ലാവരും കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്. അവിടുന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ സമുദായത്തിലെ ചില ആളുകൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടും. എങ്ങനെയാണത്? സൗദി അറേബ്യയിലെ വലിയൊരു പർവ്വതമുണ്ട്, തിഹാമ എന്നാണ് ആ പർവ്വതത്തിന്റെ നാമം. റസൂലുള്ള പറയുകയാണ്, സൗദി അറേബ്യയിലെ വെളുത്ത വലിയ തിഹാമ പർവ്വതത്തിന് സമാനമായ നന്മകളുമായിട്ട് എന്റെ സമുദായത്തിലെ ചില ആളുകൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടും. അല്ലാഹു ആകട്ടെ ആ നന്മകളെയെല്ലാം അങ്ങ് കാറ്റിൽ പറത്തിക്കളയും. സ്വഹാബാക്കൾ വല്ലാത്ത അത്ഭുതത്തോടു കൂടി, വല്ലാത്ത സങ്കടത്തോടു കൂടി റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, എന്തിനാണ് ആ മനുഷ്യന്റെ എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തി കളഞ്ഞത്? ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആ ഒരു മനുഷ്യന്റെ തന്റെ ജീവിതകാലം മുഴുവനായിട്ടും താൻ ചെയ്ത നന്മകളെല്ലാമാണല്ലോ ഒരേ ഒരു നിമിഷം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിൽ പറത്തി കളഞ്ഞത്. ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അതിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന സമയത്ത്, ചോദിക്കുന്ന സമയത്ത് റസൂലിന് മറുപടിയുണ്ട്, സ്വഹാബാക്കളെ, ആ കൂട്ടം ആളുകൾ നിങ്ങളുടെ സഹോദരന്മാരാണ്. നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നവരാണ്, നിങ്ങൾ ദാനധർമ്മം കൊടുക്കുന്നത് പോലെ അതുപോലെ കൊടുക്കുന്നവരുമാണ്. പക്ഷേ ഒറ്റക്കായി കഴിഞ്ഞാൽ ഹറാമുകളിൽ ഒഴുകിയിടുന്നവരാണ്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കുല്യ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം,
യാ ഇബാദി എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സന്തോഷത്തോടുകൂടി വല്ലാത്ത സ്നേഹത്തോടു കൂടി അഭിസംബോധന ചെയ്യുന്നു എങ്കിൽ, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ വിളിക്കുന്നു എങ്കിൽ ആരെയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരെ വിളിച്ചത്? 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരെയാണോ? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അടിമേന്ന് വിളിച്ചുകൊണ്ട് റബ്ബെ അഭിസംബോധന ചെയ്യുന്നത് 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരെയാണോ? അല്ല. റമളാനിങ് എത്തിക്കഴിഞ്ഞാൽ എല്ലാ തിരക്കുകളും വേണ്ടാത്തരങ്ങളൊക്കെ ഒഴിവാക്കി റബ്ബിൽ സകലതും പരമേൽപ്പിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെന്ന്? അല്ല. റബ്ബ് വിളിക്കുകയാണ് അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. വൃത്തികേടുകൾ മാത്രം ചെയ്യുന്ന, പലിശ കഴിക്കുന്ന, വ്യഭിചരിക്കുന്ന, വൃത്തികേടുകളുടെ മാത്രം അതിന്റെ ആഴങ്ങളോട്ട് ഊളിട്ടിറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനെ റബ്ബ് വിളിക്കുന്നുണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ. സുബഹി സമയത്ത് പള്ളി മിനാരകൾ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് മാടി വിളിക്കുമ്പോൾ പുതപ്പ് മുഖത്തോട്ട് വലിച്ചിടുന്ന ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിമിനെ വിളിക്കുന്നുണ്ട്. യാ ഇബാദി, തിന്മകളിലൂടെ ആഴ്ന്നിറങ്ങുന്ന മനുഷ്യനെ വിളിച്ചു യാ ഇബാദി എന്ന്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, എന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെടല്ലേ. എന്താ റബ്ബിന്റെ കാരുണ്യം? സാധാരണ നമ്മളൊക്കെ അറിയാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഏതെങ്കിലും സമയത്ത് എനിക്ക് എന്റെ റബ്ബിനെ കാണുവാൻ സാധ്യമാണോ എന്നുള്ള ചോദ്യം വന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളെ ആരാധിക്കുന്ന ഒരുപാട് ഫാൻസുകളുണ്ടോ? ഫുട്ബോൾ കളിക്കാരുണ്ടാകും. അതല്ല, നമ്മൾ വേറെ വലിയ നിലയിൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവരെല്ലാം ഒരിക്കലെങ്കിലും കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അപ്പൊ പറയുകയാണ് എന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടല്ലേ. എന്താ റബ്ബിന്റെ കാരുണ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ ഉപമിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഒരു നാട്ടിൽ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിൽ ഒരു കൂട്ടം ആളുകൾ പരാജയപ്പെട്ടു. നാട്ടിലെ പ്രഖ്യാപനം എന്താണ്? പരാജയപ്പെട്ടത് ആരാണോ അവരെയെല്ലാം കൊന്നുകളയുക എന്നുള്ളതാണ്. ഒരു കൂട്ടം ആളുകൾ പരാജയപ്പെട്ടു. ആ കൂട്ടത്തിലാകട്ടെ വലിയ വലിയ സ്ത്രീകളുണ്ട്, വൃദ്ധരായ ആളുകളുണ്ട്, ചെറിയ പ്രായക്കാരുണ്ട്, ഗർഭിണികളായ സ്ത്രീകളുണ്ട്. അവരെയെല്ലാം കൊന്നുകളയാൻ വേണ്ടി അവിടെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ കൊന്നുകളയാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് റസൂലുള്ളാഹ് ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ മാത്രം കുറിച്ച് പറയുകയാണ്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട്, ഒരുപാട് കാലം കഴിഞ്ഞു, കല്യാണം കഴിച്ചിരിക്കുകയാണ്, 15 വർഷത്തോളം റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബേ, ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി സഹോദരി പ്രാർത്ഥിച്ചിരിക്കുന്നു. 15 വർഷം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് 10ാമത്തെ മാസത്തിൽ അള്ളാഹു ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ്. 20ഓളം എല്ലുകൾ ഒരേ സമയം പൊട്ടുന്ന വേദന അനുഭവിച്ചുകൊണ്ട് ആ ഉമ്മ, ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവിച്ചതിന് ശേഷം പ്രസവിക്കുന്ന സമയത്ത് ആ ഉമ്മ സ്വപ്നം കാണുന്നുണ്ട്. ആ കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ കാണുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. യുദ്ധത്തിലോട്ട് പങ്കെടുക്കുകയാണ്. പരാജയപ്പെട്ടു, കൊന്നുകളയണമല്ലോ, മരണപ്പെടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. റസൂൽ പറയുകയാണ് ആ സഹോദരിയെ കുറിച്ച്, ആ സഹോദരിയുടെ മുമ്പിലോട്ട് വന്നുകൊണ്ട് അവസാനമായിട്ട് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ എന്റെ മാറോട് ചേർത്ത് പിടിച്ച് ഒരു നേരമെങ്കിലും എനിക്ക് പാല് കൊടുക്കണമെന്ന്. നമ്മുടെ പ്രവാചകൻ പറയുകയാണ്, ആ ഉമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ഉലക്കണ്ണുകൾ ആ കുഞ്ഞിന്റെ വായിലോട്ട് വെച്ചു കൊടുത്ത് പാല് കൊടുക്കുന്നത്, ആ ഉമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സ്ത്രീയെ ഉപമിച്ചുകൊണ്ട് പ്രവാചകൻ അങ്ങനെ പറയണമെങ്കിൽ ഞാനൊരു പക്ഷെ ഇവിടെ നിങ്ങളോട് പറയുന്ന സമയത്ത് അതിന്റെ ഗൗരവം മനസ്സിലായിക്കൊള്ളണമില്ല. പക്ഷേ ആ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കുന്നു എങ്കിൽ, എത്രത്തോളം റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നു എങ്കിൽ കാണുവാൻ സാധ്യമാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, റബ്ബിന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെടല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എത്ര തന്നെ തിന്മകൾ ചെയ്താലും, എത്ര തന്നെ വേണ്ടാത്തരങ്ങോട്ട് ഉള്ളിട്ട് ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും റബ്ബിനോട് ഞാൻ പറയുവാൻ തയ്യാറാണ് എങ്കിൽ, തൗബ ചെയ്തുകൊണ്ട് മടങ്ങുവാൻ തയ്യാറാണ് എങ്കിൽ എന്റെ റബ്ബിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവനാ. 40ാം അധ്യായം സൂറത്തുൽ ഗാഫിറിലെ 60ാമത്തെ വചനത്തിൽ റബ്ബ് പറയുന്നില്ലേ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ലാഹു പറയുകയാണ്, വഖാല റബ്ബുക്കും ഉദ്ഊനി, റബ്ബ് പറയുകയാണ് ഉദ്ഊനി, ചോദിച്ചുകൊള്ളുക. മനുഷ്യരാ നമ്മൾ, ഒരുപാട് സങ്കടങ്ങളുണ്ട്, വേദനകളും വേവലാതികളും ആശങ്കകളും ആഗ്രഹങ്ങളൊക്കെ നിറഞ്ഞതാ മനുഷ്യരെ നമ്മുടെ ചെറിയ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ പറയുകയാണ് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഞാൻ നൽകാം. ശേഷം പറയുന്നുണ്ട്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീന. ചോദിച്ചിട്ടില്ല എങ്കിൽ, അഹങ്കാരം കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ദുനിയാവിൽ നടക്കുന്നത് എങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വലിയ നിങ്ങളെ നരകത്തിലോട്ട് പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. നമ്മളിലൊക്കെ വല്ലാത്ത ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. ഒരു തിന്മ ഞാൻ ചെയ്തിരിക്കുന്നുണ്ട്, റബ്ബിനോട് ഞാൻ തൗബ ചെയ്തുകൊണ്ട് മടങ്ങിയിട്ടുണ്ട്, കുറേ കാലം കഴിഞ്ഞു, ആ തിന്മ വീണ്ടും ചെയ്യുവാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ വാതിലുകളും
എന്റെ മുമ്പിൽ തുറന്നിട്ടുണ്ട് എങ്കിൽ, ആ തിന്മ ചെയ്യുവാനുള്ള എല്ലാ ത്വരകളും എന്റെ മുമ്പിലോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ വീണ്ടും ആ തിന്മ ചെയ്തു എന്ന് കരുതുക. ആ തിന്മ ചെയ്തതിന് ശേഷം ഉള്ളിൽ വല്ലാത്ത കുറ്റബോധം വരാറുണ്ട്. ഇന്ന് അതിനുശേഷം തിന്മ ചെയ്തതിനു ശേഷം എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റബ്ബ് എനിക്ക് പുറത്തു നൽകുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് ഒരു കഥ പറഞ്ഞു, സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ 99 ആളുകളെ കൊന്നു. ആ 99 ആളുകളെ കൊന്നൊരു മനുഷ്യൻ വല്ലാത്ത കുറ്റബോധം വന്നു. തിന്മകളിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണ്ഡിതന്റെ അരികിലോട്ട് കടന്നു ചെല്ലുന്നുണ്ട്. പണ്ഡിതന്റെ അരികിലെത്തി ചോദിക്കുന്നുണ്ട്, 99 ആളുകളെ കൊന്നൊരു മനുഷ്യനറിഞ്ഞാൽ എനിക്ക് എന്റെ റബ്ബ് പുറത്തു നൽകുമോ? പണ്ഡിതനെ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, റബ്ബ് എനിക്ക് പുറത്തു തരില്ല എന്ന്. ആ മനുഷ്യനെയും കൊന്നുകളഞ്ഞ് 100 പേരെ തികച്ചുകൊണ്ട് അടുത്തൊരു പണ്ഡിതന്റെ അരികിലോട്ട് കടന്നു ചെല്ലുന്നുണ്ട് മനുഷ്യൻ. അവിടെ എത്തി ചോദിക്കുമ്പോ പണ്ഡിതന് മറുപടിയുണ്ട്, അള്ളാഹു നിനക്ക് പുറത്തു നൽകും. എങ്ങനെയാണെങ്കിൽ നീ ചെയ്തു പോയ തിന്മകളിൽ നിന്നെല്ലാം പശ്ചാത്താപിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ റബ്ബ് നിനക്ക് പുറത്തു നൽകും. ചെയ്തു പോയ തിന്മകളിലോട്ട് വീണ്ടും നീ അതിലോട്ട് തിരിച്ചു പോകില്ല എന്നുറപ്പുണ്ടെങ്കിൽ റബ്ബ് നിനക്ക് പുറത്തു നൽകും. നിന്റെ ചുറ്റുപാടാണ് നിന്നെ ആ തിന്മയിലോട്ട് നയിച്ചത് എങ്കിൽ ആ ചുറ്റുപാടിൽ നിന്ന് നീ മാറി നിൽക്കേണ്ടതുണ്ട്. ആ മനുഷ്യന് ആ നാട്ടിൽ നിന്നും യാത്ര പോവുകയാണ് പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട്. പുതിയൊരു നാട്ടിലെത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു. പ്രവാചകൻ പറയുന്നുണ്ട്, ആ മനുഷ്യന്റെ അരികിലോട്ട് 2 മലായിക്കത്തുകൾ കടന്നു വരുന്നുണ്ട്. സ്വർഗത്തിന്റെ മലായിക്കത്തും നരകത്തിന്റെ മലായിക്കത്തും വന്നുകൊണ്ട് ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നരകത്തിന്റെ മലായിക്കത്തുകൾ പറയുന്നത് സ്വർഗത്തിന്റെ മലായിക്കത്തിനോട്, ഇന്നിതാ ഞാൻ ഇനി മനുഷ്യനെ കൊണ്ടുപോകുന്നു. കാരണം ഈ മനുഷ്യരിതാ 100 പേരെ കൊന്നൊരു മനുഷ്യനാണ്. സ്വർഗത്തിന്റെ മലായിക്കത്ത് എന്ന് പറയുന്നത് 100 പേരെ കൊന്നൊരു മനുഷ്യനാണ്, ശരിയാണ്. പക്ഷേ ചെയ്തു പോയ തിന്മകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ മലായിക്കത്തും ആനയിച്ച് കൊണ്ടുപോകുന്നുണ്ട്. രണ്ടുപേരും തർക്കത്തിലായ സമയത്ത് സുൽഹിലെത്തുന്നുണ്ട്, ചെറിയൊരു കരാറിലെത്തുന്നുണ്ട്. കരാർ എന്തായിരുന്നു? ചീത്തൊരു നാട്ടിൽ നിന്നും പുതിയൊരു നാട്ടിലോട്ട് പകുതിയിലേറെ യാത്ര ചെയ്തു എങ്കിൽ ആ മനുഷ്യനെ സ്വർഗത്തിന്റെ മലായിക്കത്തിൽ കൊണ്ടുപോകാം, അതല്ല എങ്കിൽ നരകത്തിന്റെ മലായിക്കത്തിൽ സ്വന്തമാണെന്ന് പറയുകയാണ്. ഈ ഒരു കരാറിലെത്തിയ സമയത്ത് പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 നാടിന്റെയും ഇടയിലുള്ള കിലോമീറ്ററുകൾ ഒന്ന് ചുരുക്കിയെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പകുതിയിലേറെ യാത്ര ചെയ്തതിനാൽ സ്വർഗത്തിന്റെ മലായിക്കത്തിൽ ആനയിച്ച് കൊണ്ടുപോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിലും, എത്ര തന്നെ തിന്മയിലോട്ട് ഞാൻ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എങ്കിലും, എന്റെ റബ്ബിനോട് ഞാൻ പശ്ചാത്താപിച്ച് തൗബക്ക് വേണ്ടി ചോദിക്കുന്നു എങ്കിൽ എന്റെ എല്ലാ തിന്മകളും റബ്ബെനിക്ക് പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരുപാട് ആയത്തുകളിലായിട്ട്, ഒരുപാട് ഹദീസുകളും ഒരുപാട് ഖൗലുകളിലായിട്ട് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടവരാണ്. നമ്മൾ പരിശുദ്ധ ഖുർആനിലെ 214-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്, സുന്ദരമായ സ്വർഗമുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടാർഗറ്റ് എന്താ? ആ റബ്ബിനെ ആരാധിക്കുന്നതിലൂടെ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാ നമ്മുടെ എല്ലാം ടാർഗറ്റ്, ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ പലതും ദുനിയാവിൽ മാത്രമായിട്ട് ഉതകുന്നുണ്ട്, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ദുനിയാവിലോട്ട് മാത്രമായി ഉതകുന്ന സന്ദർഭത്തിൽ നാം പലപ്പോഴും ആഖിറത്തിനെ കുറിച്ച് മറക്കാറുണ്ട്. സ്വഹാബാക്കളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധ്യമാണ്. സ്വഹാബാക്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു? ചെറിയ ജീവിതമായിരുന്നു. ദുനിയാവ് എന്നത് അവർക്ക് പ്രശ്നമായിരുന്നില്ല. ചെറിയ പ്രായത്തിൽ യുദ്ധങ്ങളിലോട്ട് ഇറങ്ങിയിട്ട് ദുനിയാവ് വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുത്ത സ്വഹാബാക്കളുണ്ട്. നമ്മളോ അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ മാത്രമാണ് സ്വർഗം. ഒരുപാട് കടിഞ്ഞിട്ടല്ല സ്വർഗം നമ്മുടേതോ. മക്കളെ കെട്ടിക്കാനുണ്ട്, പ്രവാസിയാണെങ്കിൽ കടം വെട്ടാനുണ്ട്, മക്കളെ നല്ലൊരുവന്റെ കയ്യിൽ ഏൽപ്പിക്കാനുണ്ട്, നല്ലൊരു വീട് വെക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് മുടിയും താടിയും എല്ലാം ധരിച്ച് കുഴിയിലോട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ എല്ലാം ഉള്ളിലോട്ട് കടന്നു വരിക, അബ്ബേ മരണമുണ്ടല്ലോ, ഖബറുണ്ടല്ലോ, ഖബർ കഴിഞ്ഞ് വിചാരണയുണ്ടല്ലോ ചിന്ത. ആ സമയത്തായിരിക്കും കടന്നു വരിക. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സ്വർഗം. സ്വഹാബാക്കളുടേതോ ജീവിത ലക്ഷ്യമാണ് സ്വർഗം. പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. റബ്ബിന്റെ ചോദ്യമാണ്, നിങ്ങൾ കരുതുന്നുണ്ടോ സ്വർഗത്തിലോട്ട് വെറുതെ എങ്ങനെ പ്രവേശിക്കാമെന്ന്? നമ്മൾ കരുതുന്നുണ്ടോ? നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. തൗഹീദിന്റെ ഒരു അംശമെങ്കിലും ഹൃദയത്തിലുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. റസൂലുള്ളാഹി പറയുന്നുണ്ട്, സ്വർഗത്തിൽ അവസാനമായിട്ട് സ്വർഗത്തിന്റെ കവാടം അടക്കാൻ നേരത്ത് നരകത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ പുഴുക്കൾ അഴിച്ചു വരുന്നത് പോലെ അതിലോട്ട് കടക്കും. ആരാ കൂട്ടം ആളുകൾ? ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തൗഹീദ് ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ സകലമാന തിന്മകളിലും നമസ്കരിക്കാത്ത വൃത്തികളിൽ മാത്രം കടന്നു പോകുന്ന തൗഹീദ് ഉള്ളിലൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലാണ് ചെറിയ അംശമെങ്കിലും തൗഹീദ് ഉള്ളത്, അവസാനമായിട്ട് നരകത്തിൽ നിന്നും സ്വർഗത്തിലോട്ട് പ്രവേശിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളില്ലേ, ചിന്തിച്ചു നോക്കണേ. ഓരോ ദിവസവും ശരാശരി കണക്കെടുത്ത് നോക്കുന്നുവെങ്കിൽ 1,74,000-ഓളം ആളുകൾ ഓരോ ദിവസവും ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോകുന്നുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1,74,000 എന്ന കണക്ക് കാണാൻ പറ്റും. ഏത് ദിവസമാണ്? കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലായിട്ട്
അവർ രാത്രി ഉറങ്ങിയിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ദുനിയാവിലില്ല, ശരീരം മാത്രമുണ്ട്, റൂഹില്ല. ഞാനും അതുപോലെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിലോട്ട് ഞാൻ എത്തിയത് മുതൽ അന്ന് റബ്ബ് കണക്കാക്കിയിട്ടുണ്ട്. ഇന്നാണ് ഞാൻ എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്തിയതെങ്കിൽ 21ാമത്തെ ദിവസത്തിൽ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയക്കും. അന്ന് അവിടെ എഴുതി വെക്കും, ഇന്ന ദിവസം മുൻ ജനിക്കേണ്ടതുണ്ട്, ഇന്ന ദിവസം മരിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടും വ്യക്തമായിട്ടും എഴുതി വെക്കുന്നു. ഏതോ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു വേളയിലായിരിക്കും നമ്മുടെ മരണം. ആലോചിക്കണേ, ഏതെങ്കിലും അവസ്ഥയിലായിരിക്കും. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സുബഹി നമസ്കാരത്തിൽ സുജൂദിലിരിക്കുന്ന സമയത്ത്, കൂട്ടുകാരന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, തന്റെ ഭാര്യയുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മരണമെങ്കിൽ ചോദിക്കണേ, എന്തുണ്ട് എന്റെ കൈകളിൽ? എത്ര നമസ്കാരത്തിന്റെ കണക്കുകൾ, എത്ര സദഖ കൊടുത്തതിന്റെ കണക്കുകൾ, പരിശുദ്ധ ഖുർആനിന്റെ താളുകൾ തട്ടിപ്പുറങ്ങളിൽ പൊടിപിടിച്ച് കിടന്നിരുന്നില്ലേ, എത്ര തവണ ഓതിയതിന്റെ കണക്കുകൾ എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സാധാരണക്കാരനായിട്ട് ദുനിയാവിൽ 5 വക്ത് നമസ്കരിച്ച് സക്കാത്തും സദഖയും ചെയ്ത് ഹജ്ജും ഉംറയും ചെയ്ത് സാധാരണക്കാരനായിട്ട് ജീവിച്ചു മരിക്കാമെന്ന് ഞാൻ കരുതുന്നു എങ്കിൽ തിരുത്തേണ്ടതുണ്ട്. സ്വഹാബാക്കളുടെ ചരിത്രം പഠിക്കണം നമ്മൾ. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലാഹുവിന്റെ ചോദ്യമില്ലേ, സ്വർഗ്ഗത്തിലോട്ട് വെറുതെ എങ്ങനെ പ്രവേശിക്കാമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഇങ്ങനെയല്ലാതെ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, നിങ്ങൾക്ക് സ്വർഗ്ഗം വെറുതെ കിട്ടൂല. എങ്ങനെയെങ്കിൽ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് കടന്നു പോയിട്ടുള്ള സ്വഹാബാക്കളില്ലേ, സ്വഹാബ വനിതകളില്ലേ, താബിഈങ്ങളും തബൂതാബിഈങ്ങളും പ്രവാചകന്മാരും ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ അനുഭവിച്ച ആളുകളാണ്. പ്രവാചകന്റെ ചരിത്രം പറയുന്നുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ ഭാഗമാണ് ഹംറഉൽ അസദ് എന്നുള്ളത്. ഉഹദ് യുദ്ധത്തിന്റെ ഭാഗത്തിന്റെ ഒരു പകുതി ഭാഗം കഴിഞ്ഞ് പ്രവാചകന്റെ അരികിലോട്ട് സ്വഹാബാക്കൾ കടന്നു വരുന്നുണ്ട്. ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അറ്റുതൂങ്ങിയ കയ്യുമായി അറ്റുതൂങ്ങിയ കാലുമായി കണ്ണിന്റെ ദിശ തെറ്റി കവളത്ത് തൂങ്ങി നിൽക്കുന്നുണ്ട്. സ്വഹാബാക്കൾ എന്തിയിട്ട് പ്രവാചകന്റെ അരികിൽ എത്തുമ്പോൾ സ്വഹാബാക്കൾ എന്താ കാണുന്നേ? പല്ല് നഷ്ടപ്പെട്ട പ്രവാചകനെ കാണുന്നുണ്ട്. പ്രവാചകന്റെ കാലിന്റെ തൊടയിലോട്ട് അമ്പഴങ്ങിറങ്ങിയിട്ടുണ്ട്. സ്വഹാബാക്കൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകനെ, മനസ്സിന് വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത വേദന, റസൂൽ ഇത് കാണുന്നില്ലേ? റസൂൽ മറുപടി എന്താ? നാളെ സുബഹി ആകുന്നതിന് മുൻപ് ഹംറഉൽ അസദിലോട്ട് എത്തണമെന്ന്. ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രിയിൽ ഉഹദിൽ തമ്പടിച്ചിട്ടുണ്ട്. സ്വഹാബാക്കൾ ഒന്നടങ്കം ഉഹദിൽ തമ്പടിച്ചിരിക്കുന്നു. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തലേ ദിവസം രാത്രിയിൽ. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഅദ് ബിൻ അബി വഖാസിനോട് പറയുന്നുണ്ട്, സഅദേ, നാളെ ഉഹദാണല്ലോ, നാളെ ഉഹദാണല്ലോ, നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ കേൾക്കുന്ന നമ്മുടെ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയുണ്ട്, റബ്ബേ, നാളെ ഉഹദിന്റെ യുദ്ധരണാങ്കണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ 4 ഭാഗം വലയേണ്ടതുണ്ട്. എന്നിട്ടോ എന്റെ കൈ കൊണ്ട് അവരുടെ എല്ലാം തലകൾ എനിക്ക് വെട്ടിമാറ്റേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥന കാമ്യം പറഞ്ഞു. അല്പനേരം കഴിഞ്ഞു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ, ഉഹദിന്റെ യുദ്ധരണാങ്കണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ 4 ഭാഗം വലയേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ എല്ലാം കൈകൾ കൊണ്ട് എന്റെ കണ്ണുകൾ നുഴഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നാളെ കണ്ണില്ലാത്തവനായി എന്റെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റബ്ബിനോട് ചോദിക്കും, അബ്ദുല്ലാ, എന്റെ കണ്ണുകൾ എവിടെ? ആ സമയത്ത് എനിക്ക് എന്റെ റബ്ബിനോട് പറയേണ്ടതുണ്ട്, റബ്ബേ, എന്റെ കണ്ണുകൾ എനിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ, നാളെ ഉഹദിന്റെ യുദ്ധരണാങ്കണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ 4 ഭാഗം വലഞ്ഞുകൊണ്ട് അവരുടെ കൈകൾ കൊണ്ട് എന്റെ കണ്ണും നാക്കും മൂക്കും തൊക്കുമെല്ലാം വെട്ടിനുറുക്കപ്പെട്ട് വികൃതമാക്കേണ്ടതുണ്ട്. നാളെ കണ്ണില്ലാത്തവനായി, കാതില്ലാത്തവനായി, ശരീരം മുറുകെ വെട്ടിനുറുക്കപ്പെട്ട വികൃതനായിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റബ്ബിനോട് ചോദിക്കും, അബ്ദുല്ലാ, ശരീരം വല്ലാതെ വികൃതമായിരിക്കുന്നല്ലോ. ആ സമയത്ത് എനിക്ക് എന്റെ റബ്ബിനോട് മറുപടി പറയേണ്ടതുണ്ട്, റബ്ബേ, എന്റെ ജീവിതം മാത്രമല്ല എനിക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത്, എന്റെ സമയം ദുനിയാവിൽ ഞാൻ ജീവിച്ചത് മുഴുവനായിട്ടും റബ്ബേ, നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് എനിക്ക് ആ സമയത്ത് പറയേണ്ടതുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ അമ്പിൽ കോർത്തിണക്കപ്പെട്ട ശരീരം കണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ അറിഞ്ഞ സമയത്ത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ, എന്റെ പ്രാർത്ഥനയെക്കാളും എത്രയോ നല്ല പ്രാർത്ഥനയായിരുന്നില്ലേ ഇന്റെ പ്രാർത്ഥന എന്ന് റബ്ബിനോട് പറഞ്ഞു പോകുന്നുണ്ട്. ചിന്തിക്കണേ, ജീവിതം എന്നത് വളരെ ചെറുതാണ്. ദൈനംദിനത്തിൽ ദിനേനയായിട്ട് ഒരുപാട് മരണങ്ങൾ കാണാറുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ദുനിയാവിനോട് മാത്രമായി ഒതുങ്ങുന്ന പല സന്ദർഭങ്ങളും ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഖിറത്തിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി എന്ത് പണിയെടുത്ത് എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളോട് നോക്കുന്ന സമയത്ത് വെറും പുഴുക്കുത്തരിച്ച ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടുകൾ മാത്രമാണെങ്കിൽ ഇന്ന് മുതൽ മാറേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100 ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നില്ലേ, ഹത്താ ഇദാ ജാ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. റബ്ബ് പറയുകയാണ്,
ഏതൊരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാനാണോ മലക്ക് വരുന്നത്, ഏതോ അവസ്ഥയിലാകട്ടെ, കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, അവധി വന്നെത്തിക്കഴിഞ്ഞാൽ മലായിക്കത്ത് കടന്നു വരും, കാലിന്റെ ചെറുവിൽ നിന്നും റൂഹിനെ പിടിക്കും, മുട്ടുഭാഗം കഴിയും, അരഭാഗം കഴിയും, തൊണ്ടക്കൊഴിന്ന് റൂഹിനെ പിടിക്കുന്ന സമയത്ത് മനുഷ്യരായി നമ്മൾ പറയുമത്രേ, റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് മടക്കി അയക്കണേ. തിരിച്ചയച്ചിരുന്നു എങ്കിൽ എന്തിനു വേണ്ടിയിട്ട് പറയുന്നേ? ലഅല്ലി അമലു സ്വാലിഹൻ ഫീമാ തറക്ത്. ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്, കണ്ടിട്ടും കാണാതെ പോയിട്ടുണ്ട്. റബ്ബേ സുബഹി സമയത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൽ എന്ന് മാറ്റി വിളിക്കുമ്പോൾ റബ്ബേ പുതപ്പ് മുഖത്തോട്ട് വലിച്ചിടുന്ന ഷഹാദത്ത് നിന്നേറ്റി മുസ്ലിമാ റബ്ബേ, ഞാൻ എന്നെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട് രുചിച്ചതും കേട്ടതും കണ്ടതുമായിട്ടുള്ള തിന്മകളുണ്ട് റബ്ബേ. എന്റെ ഉമ്മയോട്, എന്റെ ബാപ്പയോട്, എന്റെ ഭാര്യയോട്, എന്റെ കുടുംബക്കാരോട് നല്ല രൂപത്തിലായിരുന്നില്ല പെരുമാറിയിരുന്നത്. ഒരുപാട് പലിശ കടിച്ചിരുന്നു, പലിശയുടെ ഭക്ഷണം, പലിശയുടെ പണം കൊണ്ട് മക്കളെ ഞാൻ തീറ്റിച്ചിരുന്നു. റബ്ബേ തിന്മകളുടെ മാത്രം കടന്നുപോയെന്ന് റബ്ബിനോട് പറയുമ്പോൾ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ഒരു നിമിഷമെങ്കിലും തിരിച്ചയക്കണേ എന്ന് എന്റെ റബ്ബിനോട് പറയുന്ന സമയത്ത് റബ്ബിന്റെ മറുപടി എന്താ? ലഅല്ലി അമലു സ്വാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ടട്ടോ, വെറുതെ പറയുന്നതാ, ഒരു ഉപകാരവുമില്ല. ലോജിക്ക് വെച്ച് ചിന്തിച്ചു നോക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. 40 വർഷമായിട്ട് റബ്ബ് എനിക്ക് തന്ന ജീവിതം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കാത്തതാണ് റബ്ബിനോട് ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ട, വെറുതെ പറയുന്നതാ. ഒരു കാര്യം റബ്ബ് നമ്മളോട് പറഞ്ഞു തീരുന്നതിന് മുൻപായിട്ട് നമ്മുടെ പിറകിൽ പുനരുദ്ധാന നാൾ വരെ ഒരു മറയിടപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ജീവിതമുണ്ട്, വഞ്ചന നിറഞ്ഞതാ. മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ദുനിയാവെന്ന്. ഇത് മാത്രമാകരുത് നമ്മുടെ ജീവിതത്തിന് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഐഹിക ജീവിതം വഞ്ചന നിറഞ്ഞതാ. ഒരു വഞ്ചന നിറഞ്ഞ ദുനിയാവിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാളേക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പണിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികൾ, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം സൂറത്തുൻ നൂഹിലെ 10 മുതൽ 14 വരെയുള്ള ആയത്തുകൾ, അതിന്റെ അർത്ഥതലം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണുവാൻ സാധ്യമാണ്. അല്ലാഹു പറയുകയാണ്, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. 4 ആയത്തുകളിലൂടെ റബ്ബ് പറയുകയാണ്, നിങ്ങൾക്ക് മക്കളില്ല എങ്കിൽ, സമ്പത്തില്ല എങ്കിൽ, യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങളുടെ നാട്ടിൽ മഴ വർഷിക്കുന്നില്ല എങ്കിൽ, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിക്കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകാം. സാധാരണ പലപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ വരുന്ന വല്ലാത്ത ചിന്തയുണ്ട്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുഴുവനായിട്ടും ഉത്തരം നൽകാറില്ല എന്ന്. സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരു നാട്ടിൽ വല്ലാത്ത വരൾച്ച ബാധിച്ചു. നാട്ടിലുള്ള എല്ലാ ആളുകളും മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. മൈതാനത്തോട്ട് എല്ലാ മനുഷ്യരും മുസല്ലയുമായിട്ട് കടന്നു വരുന്ന സമയത്ത് അവസാനം ഒരു ചെറിയ കുഞ്ഞ് വലതു കയ്യിൽ മുസല്ലയും ഇടത് കയ്യിൽ ഒരു കുടയുമായിട്ട് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ കടന്നു വരുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല വിഷയങ്ങളുണ്ട്. റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കെന്റെ റബ്ബ് ഉത്തരം നൽകിയിരിക്കും എന്നുള്ള ബോധത്തോട് കൂടിയിട്ടാണ് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ റബ്ബ് എനിക്ക് നൽകിയിരിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ നാട് അന്നേ വരെ കാണാത്ത തീക്കുണ്ടാരം മഹാനായ ഇബ്രാഹിം നബിക്ക് വേണ്ടി മാറ്റി വെച്ചു. ഇബ്രാഹിം നബിയെ കൊണ്ടുപോയിട്ട് തീക്കുണ്ടാരത്തിലോട്ട് കൊണ്ടുപോയിട്ട സമയത്ത് ഇബ്രാഹിം നബിക്ക് അറിയാമായിരുന്നു, റബ്ബേ എന്റെ മുമ്പിൽ മരണം മാത്രമാണെന്ന് അറിയാം. പക്ഷേ ആ ഇബ്രാഹിം നബി അവിടെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്ത്? റബ്ബേ എന്നെ ഈ തീയിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നില്ലേ? എന്തായിരുന്നു? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബി അല്ലാഹ്, റബ്ബേ എന്നെ ഞാൻ ഇതിലോട്ട് ബലമേൽപ്പിക്കുന്നുണ്ട്. വ നിഅമൽ വക്കീൽ, ബലമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് അത് നീ തന്നെയാണ്.
പരിശുദ്ധ ഖുർആൻ ഇടപെടുന്നില്ലേ? കുല്ലാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുന്നുണ്ട്, കുല്ലാ യാ നാറു കൂനി, തീയോട് പറഞ്ഞു കൊടുക്കും, തീയെ കുല്ലാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തീയെ ഈ തണുപ്പായിട്ട് മാറണേ. ഇതിനു വേണ്ടിയിട്ടാ? ഇബ്രാഹിം നബിക്ക് വേണ്ടിയിട്ട്. തണുപ്പ് മാത്രം മതിയോ? പോരാ, വസലാമൻ, സമാധാനം കൂടി കൊടുക്കണേ, അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക്. 2 ദിവസം കഴിഞ്ഞു. കനലെല്ലാം കെട്ടെന്നിറങ്ങിയ ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു മുടി പോലും കറിയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം അറിഞ്ഞവരാണ് നമ്മൾ. യൂനുസ് നബി എന്ന് കേൾക്കുന്ന സമയത്ത് തിമിംഗലമാണ് നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരാറ്. ആ മഹാനായ യൂനുസ് നബി എന്ന് പറയുന്ന മനുഷ്യന് തിമിംഗലത്തിന്റെ ഉള്ളിൽപ്പെട്ട് അകപ്പെട്ടു പോയ സമയത്ത് യൂനുസ് നബിക്ക് അറിയാമായിരുന്നു എന്ത്, റബ്ബേ എന്റെ മുമ്പിൽ മരണം മാത്രമാണെന്ന്. പക്ഷേ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചിട്ടില്ല എന്ത്, റബ്ബേ എന്നെ ഇതിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബേ നീ അല്ലാതെ ആരാധ്യനില്ല, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരിൽ പെട്ടുപോയവനായേക്കാം. ചരിത്രം പറയുന്നില്ലേ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കരയിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് തിമിംഗലം ഛർദ്ദിച്ച് കളയുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട വലിയ ചോദ്യങ്ങളുണ്ട്. റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാതെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടി എന്റെ റബ്ബിനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമ്മൾക്കതിന്റെ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ദുനിയാവിന്റെ പളപ്പളപ്പുകൾക്ക് അനുസരിച്ച് ജീവിക്കാതെ ആഖിറത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുക. ഐഹിക ജീവിതം ഒരുപാട് പറഞ്ഞിരിക്കുന്നു. അതിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് തിന്മകളുടെ കടന്നുപോയവരാ റബ്ബേ ഞങ്ങൾ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒരുപാട് തിന്മകളുടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനെ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് മാറാരോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ രോഗത്തിനും ശമനം നൽകുന്നവനെ റബ്ബേ, എല്ലാ രോഗത്തിനും ശമനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് പേര് മരണപ്പെട്ടു പോയിരിക്കുന്നു. ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, ഉമ്മവാപ്പമാര്, എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ഇതിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا ارحم الراحمين.